മച്ചമ്മനെ രാവിലെ എണീറ്റേ ഉള്ളൂ. നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പൗഡറും വാച്ചും ഒക്കെ കൊട്ടി ഒന്ന് സെറ്റപ്പായിട്ട് എന്നെ കണ്ട ഇപ്പം അങ്ങനെ സെറ്റപ്പായില്ലേ. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടി എന്താണെന്ന് നമുക്ക് നേരെ കാണാം. എടാ ഇത്രയും നേരമായിട്ട് അവൻ ഇവിടെ പോയി കിടക്കുവാടാ. ഇത്രയും സമയം ഡ്രസ്സ് മാറാൻ ഇവന് ഡ്രസ്സ് ഉണ്ടാക്കുവാണ് ഇവന്. ഞാൻ തന്നെ പോയി നോക്കാം ചുമ്മാ. സെറ്റല്ലേ? അവർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണാൻ പോകുന്ന പോലെ തോന്നില്ലേ? അസ്തഫറുള്ള മിന്നിച്ചേക്കണേ. എടാ കഴിഞ്ഞോടാ. ഓ തുണിയിട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. എടാ ഒരു ഇന്റർവ്യൂ ആന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇട്ട് കുരിക്കും. ആദ്യമായിട്ട് ഒരുത്തൻ ഇന്റർവ്യൂ. ഇപ്പൊ കണ്ട നമ്മളാണ് ഒറിജിനൽ അറബി. അൽ അമീൻ മഹാനഹ അൽ ഒട്ട. പെട്ടെന്ന് ചെയ്യുന്നില്ല, അവൻ പത്തലും കൊണ്ട് ഇങ്ങോട്ട് വരും. എന്തായാലും പോയേക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചായ കുടിച്ചോ? വെറുതെ പരിക്ക് കുടിച്ചു. ക്രേസി അനൂപ്. ഈ ക്രേസി അനൂപ് എന്ന് പറയുന്ന ക്രേസിയിലോട്ട് എങ്ങനെ എത്തുന്നു അനൂപ്? ഈ ക്രേസി എന്ന് പറയുന്ന മീനിങ്, വാക്കിന്റെ മീനിങ് മലയാളത്തില് വിരോധ ആഭാസൻ. ആഭാസനല്ല, ആഭാസം. വിരോധാഭാസം. ആഭാസം ജീവിതത്തിൽ അതാണ്. പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കുന്നില്ല. നമ്മൾ നിൽക്കുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ഇനി നമുക്ക് അങ്ങോട്ടിട്ട് കാണിക്കാനും പറ്റില്ല. ഇതൊക്കെ മുന്നോട്ട് നമ്മൾ ഒരുപാട് കാണിച്ചിരുന്നു. പക്ഷെ ഈ ബാക്കിയുള്ളവർക്കൊക്കെ കുറെ ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അനൂപിന്റെ വീഡിയോ എല്ലാവരും കാണുന്നത് ഈ ജോലി തിരക്കൊക്കെ ഒന്ന് മാറ്റി മൈൻഡ് നോക്കി ആക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനാണ് അനൂപിന്റെ വീഡിയോ കാണുന്നത്. ഒരു പക്ഷെ അനൂപിനാണെങ്കിൽ പോലും ചിന്തിക്കാം എന്തുകൊണ്ട് ഞാൻ വേറെ വീഡിയോസ് റിവ്യൂ ചെയ്യുന്നില്ല, അല്ലെ വിവാദത്തിലോട്ട് ഇറങ്ങുന്നില്ല. ഈ ചിരിയിലോട്ട് വന്ന എങ്ങനെ പ്രവാസത്തിൽ അത്രമേൽ അനുഭവിച്ചിട്ടുണ്ടോ? ഓ എന്റെ പൊന്നണ്ണ, ഈ പണിയൊക്കെ കഴിഞ്ഞ നമ്മൾ ഈ പ്രവാസികളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. രാവിലെ പോയി ജോലിക്ക് പോകും, കഴിച്ചാ കഴിച്ചു, വീട്ടിലോട്ട് വിളിച്ചാൽ പിന്നെ ബഹളമായിരിക്കും. നമ്മളെ അമ്മ മാക്സിമം ഉള്ള നമ്മളെ ഒഴിവാക്കി വിട്ടിട്ട് പിന്നെ നമ്മൾ റൂമിൽ വരിക, കിടന്നുറങ്ങുക, വീണ്ടും പിറ്റേന്ന് അതുപോലെ പോവാ, വീണ്ടും തിരിച്ചു ഓഫീസ് റൂം റിപ്പീറ്റ്. റിപ്പീറ്റ്. അത് ഒരു പോളിസിയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഫോൺ എടുത്ത് പിടിക്കുന്നത് ഉറങ്ങാൻ നേരത്തായിരിക്കും. ആ ടൈമിൽ കാണുന്ന വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തില് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വ്ളോഗിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ടൈമിലുള്ള ക്യാമറ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, അവനോട് പറഞ്ഞു, ഫ്രണ്ടിനോട് പറഞ്ഞു, ക്യാമറ കൊടുത്തു വിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര മടുപ്പാ. വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ അന്യ വർക്ക് പ്രഷറാ. അത് അനുഭവിച്ചവർക്ക് അറിയാം, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. അപ്പൊ ഒരു ടെൻഷൻ റിലീഫ് എന്ന രീതിയിൽ ജസ്റ്റ് വ്ളോഗിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാമറ എടുത്തത്. നമ്മുടെ ടെറസിന്റെ മണ്ടയിലൊക്കെ ഇരുന്ന് അത് തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഷാർജ മുനിസിപ്പാലിറ്റി ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ലൈവ് ആണ്. നമുക്ക് അവിടെ എയർപോർട്ടിൽ വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് ആ ക്യാമറയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ലൈവായിട്ട് ഇന്ന് ബാൽക്കണി ഇരുന്നിട്ട് വീഡിയോ ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവം. പക്ഷെ അത് ക്ലിക്കായി. ആ ടൈമില് എനിക്കൊന്ന് റിയാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ബിഗിനിങ് ടൈം എല്ലാത്തിന്റെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഒക്കെ കത്തി കയറുന്ന ടൈമാ. 2022 ടൈമൊക്കെ. ആ ടൈമാണ് ഈ പരിപാടി തുടങ്ങിയത്. ബാൽക്കണിയിൽ വെക്കുക, ക്യാമറ ഇങ്ങനെ ഒന്ന് വെടിച്ച് വെക്കുക, ഒരു വീഡിയോ എടുക്കുക. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മൾ ഒറിജിനലായിട്ട് വരുന്ന നമ്മുടെ ആ റിയാക്ഷൻസ് അത് ക്യാമറയിൽ അങ്ങ് പകർത്തി അത് നമ്മൾ മേളിലും താഴെ കാണാൻ പറ്റും. അങ്ങനെ ചെയ്തു തുടങ്ങിയതാ. പക്ഷെ സംഭവം ക്ലിക്കായി. ചില വീഡിയോ ഇടുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 1 lakhന് എബോവ് വ്യൂസ് പോകുന്നുണ്ട്. അങ്ങനെ പോയി. പിന്നെ ഇതിന്റെ ഒരു പോർഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ ഇട്ടു തുടങ്ങി. സംഭവം കിടുക്കി തിമിർത്തു തകർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാത്ത ഒരു പഴയ അനുഭവമുണ്ട്. ചാണകത്തിൽ ചാടി ടയറെ തീയിട്ട് അതെന്തുവായിരുന്നു? ഇപ്പം ഞാൻ പറയുന്നത് പറഞ്ഞു, ഞാൻ കയറി വരുന്നില്ല, ഇവിടെ തന്നെ നോളാം. പിന്നെ അതെ, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ച, അല്ല ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നീ ഒന്നും കാണാത്തൊരു കാലഘട്ടം. എനിക്കൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു പറയുന്നത്. അതുപോലെ ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. സൂര്യനാരായണ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ടൈമിലൊക്കെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഈ എംഫോട്ടക് ഒക്കെ ചെയ്യുന്ന അതേ പാറ്റേണിലുള്ള സീരീസിലുള്ള വീഡിയോസ് ആയിരുന്നു ഇറങ്ങുന്നത്. പിന്നെ ഈബിൾ ജെറ്റ് അവരൊക്കെ ഇറങ്ങുന്ന ഒരു ക്രേസിനെസ് ഇറങ്ങുന്ന ഒരു വീഡിയോസാണ്. ഓരോ മേക്കിങ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസാണ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വിവാദങ്ങളൊക്കെ ആക്കാവുന്ന രീതിയിൽ
വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു നമ്മളെന്തെങ്കിലും ഒരു മേക്കിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ മേക്ക് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യമേ ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ ഒരു സൈക്കിൾ എടുത്തിട്ട് അതിന്റെ ടയറിൽ അഴിച്ചു കളഞ്ഞിട്ട് ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും ചകിരി വെച്ച് കെട്ടി, ചകിരി കയർ വെച്ചിട്ട് കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് അത് ബാക്കിലും ഫ്രണ്ടിലും തീയിട്ടിട്ട് മറ്റേ ജെയിംസ് ബോണ്ട് പടങ്ങളിലെ പാത്രക്ക അന്തമാതിരി ഒരു സൈക്കിൾ ഞാൻ ഓടിച്ചു. മറ്റേ ഒരു പടം ഉണ്ടല്ലോ, ഇംഗ്ലീഷിലൊരു പടം ഉണ്ടല്ലോ, മറ്റേ ഡെവിൾ തീ കത്തിച്ചിട്ട് വിടുന്നതാ. ആ പടത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒരു അത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കണക്ട് ആവും. മനസ്സിലായി. ബൈക്ക് തീ കത്തിച്ച് ഒരു തലവെട്ടി മനുഷ്യനൊക്കെ പോകും. മനസ്സിലായി. അതിന്റെ ഫോട്ടോസ് കുറെ വാൾപേപ്പർ അത് തന്നെ ആ സാധനത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാ. എന്നിട്ട് ഞാൻ രണ്ടിനും ബീലിൽ തീ ഇട്ടിട്ട് ഞാൻ ഈ സൈക്കിൾ കെട്ടിക്കൊണ്ട് പോയി. അത് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ആ വീഡിയോ എവിടെ എത്തിയില്ലെന്നേ ഉള്ളൂ. ഇത് കാണുന്ന സൈക്കിള് നീ ലോക പൊട്ടനാ, നീ എന്നാ പൊട്ടനാ കുറെ കാണിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോ ചിരിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ കേടായിരുന്നു എനിക്ക് അന്ന്. ഈ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ വീട്ടുകാർ പറഞ്ഞു നിനക്ക് ഭ്രാന്താടാന്നാ പറയുന്നത്. അവർക്കറിയാം. ഈ ചെയ്യുന്നില്ല നാട്ടുകാരും കണ്ടോണ്ടിരിക്കുള്ളൂ. അവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് സൈക്കിളുമായിട്ട്. ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അവൻ ചാണകത്തിൽ ചാടാനാ പോയേക്കുന്ന വീഡിയോ ഞാൻ തരാം. ചാണകത്തിന്റെ എന്തുവായിരുന്നു സംഭവം? അത് ഈ ബുൾജെറ്റ് ചലഞ്ച് ചെയ്തു. ഓക്കെ. അവന്മാര് ലിബിനി വൈനോടെ പോയിട്ട് ചാണകത്തിൽ ചാടി, എന്നിട്ട് ഇതിനകത്ത് കിടന്നങ്ങ് മെഴുകി. അപ്പം എന്നിട്ട് ഇവന്മാർ ഇത് വെച്ചിട്ട് വെല്ലുവിളിച്ചു, ഇത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യലാന്ന്. ഇത് അന്നാണ് നമ്മള് മൂത്ത് നിൽക്കുന്ന സമയോ. അതും ചോദിക്കുന്ന ഒരു പത്തനംതിട്ടക്കാരനോടാ. അതാണ് ഈ പത്തനംതിട്ടക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളും അങ്ങനെ പ്രത്യേകിച്ച് പോയി നമ്മൾ പോയി ആരെയും മാന്താറില്ല. നമ്മളെ കയറി മാന്തി കഴിഞ്ഞാൽ പിന്നെ വിട്ടു കൊടുക്കും. വയ്യാവേലിയല്ലേ ഏഴി വെച്ച് കയറി പിടിക്കുന്നത്. ചങ്ക് പറിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. വെറുത്തതുവാ പത്തനംതിട്ടക്കാർ. അങ്ങനെ ചാണകത്തിലും ചാടി അക്സെപ്റ്റും ചെയ്തത്. അത് അക്സെപ്റ്റ് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. എന്റെ പൊന്നോ, ഈ സലീമണ്ണൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ചാടി മെഴുകുന്നെന്ന് ഞാൻ അന്നേരം ആലോചിച്ചത്. അതൊരു ഗൊച്ച് വേണം കേട്ടോ. പക്ഷെങ്കിൽ ഞാൻ എടുത്ത് ചാടി. പക്ഷെ എനിക്ക് അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാനൊരു ഫണ്ണായിട്ട് ഇതിനെ എടുത്തു. പക്ഷെ ചാണകത്തിൽ കയറി കഴിഞ്ഞപ്പോഴായിരുന്നു 4 ദിവസത്തോളം അങ്ങോട്ട് എടുത്ത് ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ഈ ചാണകത്തിന്റെ സ്മെല്ല് ആരെങ്കിലും ചോദിച്ചാൽ സംഖ്യയാണെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യണേ, അവന്മാരുടെ അടുത്ത് ചലക്കും. അങ്ങനെ ചാടിയിട്ട് പിന്നെ കേറി ഈ ചാണകത്തിൽ ചാടി. അന്നേരം ആ ഒരു ഇത് ഞാൻ എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, യമുനേവ ഉമ്മ കളിക്കാൻ ചാണകത്തിൽ എങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആ ഫുഡ് എടുത്തു തരാം കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതൊരു പണ്ടത്തെ ഒരു കഴപ്പെന്ന് പറയത്തില്ല. ഈ ചോര തിളച്ചിരിക്കുമ്പോ ഉള്ള ഇതിനേക്കാൾ ഏറ്റവും ചോരത്തിളപ്പ് ഞാൻ കണ്ടത് ആറ്റിപ്പോയിട്ട് 50 കന്നാസ് എടുത്ത് 50 കന്നാസും ഉണ്ട്. 50 നില 10-20 കന്നാസുണ്ട്. ഇത് ഞാൻ ആക്രി പോയിട്ട് ഒരു കന്നാസിന് 50-20 രൂപ വെച്ച് മേടിച്ചതാ. 50 രൂപ വെച്ച്, സോറി 20 അല്ല 50 രൂപ വെച്ച് മേടിച്ചിട്ട് ഈ കന്നാസ് എല്ലാം കൂടെ കൂട്ടി കെട്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 മുളയും വെട്ടി അത് വെച്ച് കെട്ടി ആറിന്റെ നടുക്കൊണ്ട് ഷായിപ്പാപ്പും കളിച്ചു. മുണ്ട് ഈ എംഫോട്ടൊക്കെ കാണിക്കുന്ന അതേപോലത്തെ വീഡിയോസ് കണ്ട് വട്ടായിട്ട് ചെയ്ത പരിപാടികളാ അതൊക്കെ. ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്യുന്ന പരിപാടികളാ അതൊക്കെ. നോക്കുമ്പോ മില്യൺ വ്യൂസ് കിട്ടുന്നുണ്ട്. എനിക്കതൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. സത്യം. കാരണം ഈ 1000 പേര് എംഫോട്ടക്കിന്റെ ഒക്കെ വീഡിയോ കാണുമ്പം അതെനിക്ക് ചെയ്യണം, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പോവാന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. അത് തന്നെ. പക്ഷെ അവര് ചലഞ്ചിങ് രീതിയിലല്ല അവര് ചെയ്യുന്നെങ്കിലും പക്ഷെ നമ്മളൊരു ആ ഒരു ഇതിനെ എഫേർട്ടിനെ നമ്മൾ ഇത്രത്തോളം ഇതായിട്ട് കാണുന്നുണ്ടല്ലോ ആ ടൈമില്. പക്ഷെ ഇപ്പൊ അതൊന്നും വലിയ സംഭവമല്ല യൂട്യൂബില്. ഇപ്പൊ ആ ഒരു ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യുക, ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസിന്റെ ഒക്കെ ഒരു ഇത് കഴിഞ്ഞു. അതെ, ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ. അതൊരു ടൈം ആയിരുന്നല്ലേ? അതൊരു ടൈം ആയിരുന്നു. അതുപോലെ തന്നെ വിടുന്നില്ലേ മീനെ പിടിക്കാൻ? അമ്പ് അത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് ഞാൻ ഇൻസ്പയർ ആയിട്ട് ചെയ്തയാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഇങ്ങനെ നടന്നു വരും, എന്നിട്ട് 2 വീൽ എടുക്കും, സൈക്കിളിന്റെ ചെറിയ വീല് 2 എണ്ണം എടുക്കുന്നത്. എന്നിട്ട് അതേ വെച്ച് സെറ്റ് ചെയ്യും, തെറ്റാലി പോലെ വിട്ടിട്ട് മീനെ പിടിക്കും, കുപ്പി പേടിഞ്ഞ് പൊട്ടിക്കും. ഇതൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഞാൻ നോക്കിയപ്പോ ചെറുതാക്കണ്ട 2 വലിയ വീൽ നോക്കിയൊക്കെ എന്ന് പറയുന്നത് ഞാൻ 2 വലിയ സൈക്കിളിന്റെ വീലെടുത്തോണ്ട് വന്നിട്ട് ഇത് പിടിപ്പിച്ച് വലിയ 2 കമ്പിയൊക്കെ വെച്ചിട്ട് പിന്നെ ടെർമിനേറ്റർ കളിച്ചത്. ഇത്രയും വലിയൊരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ സാധനം തൂക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ വേണം 2 പേര്. ഇത് ഞാൻ കക്ഷത്തി വെച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി. ഇതൊരു കൗതുകത്തിന്റെ പേര് ഉണ്ടാക്കുന്ന കാണുമ്പോ വലിയ സംഭവമായിട്ട് തോന്നണം. ഈ ഫിറോസ് ഒക്കെ ഇറങ്ങി ഒരു മീനിന് വരും 10-60 മീനൊക്കെ കൊണ്ടുവച്ചിട്ട് പൊരിച്ചെടുക്കത്തില്ലേ? അല്ല 1 കിലോയുടെ മീന് വരെ 100 കിലോ ഉള്ള മീൻ പൊരിച്ചെടുക്കും. കിട്ടിയോ? ഒന്നും
അവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തന്തയ്ക്കുള്ളിയും തള്ളക്കിളിയും മാത്രം. ഈ പത്തനംതിട്ടയിലെ പന്തളത്ത് നിന്ന് ഇന്ന് അനൂപിനെ മലയാളികളുള്ള നാടുകളിലെല്ലാം അറിയാം. സത്യമായിട്ടും ശരിക്കും അനൂപിനെ അനൂപാക്കിയത് റിയാക്ഷൻ വീഡിയോ. ഇപ്പൊ നമ്മൾ സംസാരിച്ച് ചാണകമായാലും അമ്പായാലും ഇതൊക്കെ ഒരു കാലഘട്ടം വരെ ആയിരുന്നു. പിന്നീട് ഇതിനെ മാറ്റി റിയാക്ഷനിലോട്ട് ഇറങ്ങിയത് അങ്ങനെ. അത് വളരെ സിമ്പിള്. ഈ പരിപാടികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങും എത്തിയില്ല. നാട്ടുകാരുടെ നിന്നും വീട്ടുകാരുടെ നിന്നും കട്ട പുച്ഛവും പരിഹാസവും മാത്രം. രാവിലെ പോകുമ്പോ കൊച്ചിറക്കൻ ചേട്ടാ ഇന്ന് ചാണകത്തിലൊന്നും ചാടാനില്ലയോ, ചേട്ടാ ഇന്നും പരിപാടിയൊന്നും ഇല്ലയോ, ഇന്ന് സൈക്കിൾ കത്തിക്കുന്നില്ലയോ, ഇതാ ചോദിക്കുന്നേ. ഫുൾ അപമാനം മാത്രം. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ആലോചിച്ച് വേണം, ഞാൻ നല്ലൊരു ജോലിയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. നല്ലൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ KSEBിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. ഈ കിട്ടുന്ന ശമ്പളമാണ് നമ്മൾ ഇതിനകത്തോട്ട് മാറി പരിപാടി നടത്തുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോ വീട്ടുകാരും നാട്ടുകാരും ഇതിനകത്ത് നിന്നൊന്നും കിട്ടുന്നുമില്ല യൂട്യൂബിൽ നിന്ന്. ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മുടക്കുന്നതിന് പ്രതിഫലമായിട്ടൊന്നുമില്ല. മോണിറ്റൈസേഷൻ ഉണ്ട്, പക്ഷെ വ്യൂസ് കിട്ടുന്നില്ല. പക്ഷെ വ്യൂസ് ആക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ട് കോഴ്സ്. ആ വഴിക്ക് എനിക്കൊരു ജോലി കിട്ടി ദുബായില്. അങ്ങനെ ഞാൻ ദുബായിക്ക് പോയി. അങ്ങനെ ഇത്രയും നാട്ടില് തകർത്ത് നടന്നവൻ അങ്ങനെ ഒരു ദുബായിക്ക് കോള് വന്നപ്പം വിഷമമില്ലായിരുന്നു പോവാൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പാഷൻ ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു നിമിഷമാണത്. അതെ. അവിടുന്ന് സ്വിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഭയങ്കര പ്രഷർ. പിന്നെ നമ്മുടെ സമയത്ത് പൈസക്ക് പൈസ തന്നെ വേണം. പിന്നെ ഭയങ്കര പ്രഷറാ. വീട്ടില് ഭയങ്കര പ്രഷർ, നാട്ടിലും ഭയങ്കര പ്രഷർ. എന്നെ വഴി തടഞ്ഞു നിർത്തിയിട്ട് ഒരു കൊച്ചിന്റെ തന്ത പറഞ്ഞിട്ടുണ്ട്, ഇവള് ഒരു കൊച്ചു കുഞ്ഞാ, ഇവള് റോഡിൽ ചാണകം കിടക്കുവാണെങ്കിൽ അതിന്റെ മണ്ടയിലെടുത്തങ്ങ് ചാടുക. എന്നിട്ട് ഇതിന്റെ തന്ത എന്നെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, ഈ കൊച്ചിന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ട റോഡിൽ കിടക്കുന്ന ചാണകത്തിൽ കാണുന്നത്. ഈ നാട്ടുകാരുടെ എല്ലാം അല്ലെ പന്തളക്കാരുടെ എല്ലാം പൊന്നോമന പുത്രനായിരുന്നില്ല. അങ്ങനെ പറയാൻ ഒക്കില്ല. കണ്ണിലെ കരട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നെ ആരും അങ്ങനെ പേഴ്സണലായിട്ട് ആരും അങ്ങനെ തമാശയായിട്ടാണ് എല്ലാരും പറയുന്നത്. ആരും അങ്ങനെ പേഴ്സണലായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ അങ്ങനൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ആരും ഇതുവരെ എന്നെ ചെയ്തിട്ടുമില്ല. അങ്ങനെ 1.5 വർഷക്കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാതെ പ്രവാസം തെരഞ്ഞെടുത്തു. ആ യാത്ര പറ. അത് ഞാൻ നേരെ ഇവിടുന്ന് കമ്പനി എനിക്ക് എമിറേറ്റ്സ് ടിക്കറ്റ് ഒക്കെ എടുത്ത് തന്നെ. രാജകീയമായിരുന്നു എന്ന് പറഞ്ഞാൽ രാജകീയ ലൈഫായിരുന്നു. പക്ഷെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ടെൻഷനാ. അത്രയ്ക്ക് ടെൻഷനാ അവിടെ. 100% ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കില്ല. അതുപോലെ പണിയാ. പൈസയുണ്ട്, ജീവിതം എല്ലാം ഉണ്ട്. പൈസ ഉണ്ട്, നമുക്ക് കറങ്ങാൻ ടൈം കിട്ടത്തില്ല, പക്ഷെ എവിടെ വേണമെങ്കിൽ കറങ്ങാൻ പറ്റും. അതുപോലൊരു നല്ലൊരു കമ്പനിയാണ് അത്. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ആവുന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്തവരെല്ലാം നമ്മുടെ കാറ്റഗറി വരുന്ന ഒരു ഏജ് വൈബ് വരുന്നവരാ. അല്ലാതെ ഈ നമ്മുടെ ഒരു 30 വയസ്സിന് മേളിലോട്ടുള്ള ആരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടില്ല ആ ടൈം. നമ്മുടെ സെയിം വൈബാണ്. എടാ ഇന്ന് അവിടെ പോണേ, പോവാ. ലിഫ്റ്റിൽ കയറുമ്പം ഞാൻ 2 കൂട്ടുകാരന്മാരുണ്ട്. ഞങ്ങൾ ഈ താമസിക്കുന്ന ലിഫ്റ്റിൽ കുറെ പെമ്പിള്ളേർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇവരുടെ ടൈം നോക്കിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നിട്ട് ഇവര് തിരിച്ചു വരുന്ന റിട്ടേൺ വരുന്ന ടൈമിലായിരിക്കും ഞങ്ങൾ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്നത്. എന്നിട്ട് ഞങ്ങള് ഇവിടെ താഴെ വന്നിക്കും. താഴെ വന്നിട്ട് എന്റർടൈൻമെന്റാ ഫുള്ള്. ഇതൊക്കെയാണ് നമ്മുടെ എന്റർടൈൻമെന്റ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു പൂച്ചയുണ്ട്, ഒരു പൂച്ചപ്രാന്തി ഉണ്ട്. അപ്പൊ ഈ പൂച്ചയെ കാണാൻ വേണ്ടിട്ട് ഇവളിങ്ങനെ നിൽക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ പലപ്പോഴും ഇവള് വരുന്നിടം വരെ ഞങ്ങൾ ആ പൂച്ചയെ പിടിച്ച് അവിടെ നിർത്തും, ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത്. കാണണമല്ലോ, ലിഫ്റ്റിൽ ഒരുമിച്ച് പോണമല്ലോ. എന്നിട്ട് ഞങ്ങള് പൂച്ച അവിടെ നിർത്തുമ്പോ വരും. എന്നിട്ട് ഇവരുടെ കൂടെ ഞങ്ങൾ കയറും ലിഫ്റ്റിൽ. ഇതെല്ലാം പ്ലാൻ ചെയ്യാം. ലിഫ്റ്റിൽ കയറും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി മേളിലോട്ട് പോകും, കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവരിറങ്ങി പോകും. എന്നിട്ട് ഞങ്ങൾ മൊത്തമിറങ്ങി എന്നിട്ട് ഒരു സന്തോഷം. അങ്ങനത്തെ ചെറിയ ചെറിയ കുരിപ്പ് പരിപാടികളൊക്കെ ഞങ്ങളിങ്ങനെ കാണിക്കായിരുന്നു. പിന്നെ ഞങ്ങള് അവിടെ ഓഫീസിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ഒക്കൂല. അതുപോലത്തെ പരിപാടി അത്ര അറമാദിച്ചു. നല്ല ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജോലി ചെയ്യുന്ന ഇൻഡോർ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്താ ചെയ്യുന്നത്. നമ്മൾ ഈ മൊബൈൽ ടെക്നീഷ്യന്മാരാ അവിടുത്തെ. അപ്പൊ മൊബൈൽ ടെക്നീഷ്യന്മാർക്ക് ഒരു ഇതുണ്ടല്ലോ, നമ്മൾ റിപ്പയർ ചെയ്യുന്നതല്ലേ. അവരനുഭവിക്കുന്ന സ്ട്രെസ് മൊബൈൽ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിലാണെങ്കിൽ ഇത്ര ടാർഗറ്റ് കാണും, ഒരു ദിവസം കൊണ്ട് ഇത്ര മൊബൈൽ റെഡി ആക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. അതും പല കംപ്ലൈൻസിന് ഒരു ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്ത് തീർത്തിരിക്കും. അത് നമ്മുടെ ആ ഒരു പാഷന് നീ തീർക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് തീർക്കാം, മാക്സിമം ശ്രമിക്കും.
അത് നമ്മുടെ പാഷന്. പക്ഷേങ്കിൽ ഈ റെഡിയാകാത്ത സാധനം റെഡിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പക്ഷെ അത് കമ്പനി അക്സെപ്റ്റഡ് ആണ്. കമ്പനി നമുക്ക് എല്ലാ ഫ്രീഡം തന്നിട്ടുണ്ട്. നിനക്ക് എങ്ങനെ വേണേ ചെയ്യാം, നിനക്ക് എങ്ങനെയും ഒക്കെ സെറ്റാക്കി തന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് ആ കമ്പനി നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ നമുക്ക് നല്ല പ്രഷറാ വരുന്ന കസ്റ്റമർ. പക്ഷെ ഇത് അംഗീകരിക്കണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മൈൻഡാ. ഇത് ഓതറൈസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഒരു ഫോൺ മേടിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും. അത് നമ്മൾ മേടിച്ചിട്ട് ചൂടാവുന്നു, എനിക്ക് കറക്റ്റ് കളർ കാണാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ചുമ്മാ ഉടായ്പിലങ്ങ് പറയും. ഇതെല്ലാം തിരുത്തേണ്ടത് നമ്മളാ. ഇതിനെല്ലാം സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. കസ്റ്റമറിന് ഫോൺ മേടിക്കുമ്പോൾ കളർ ഇഷ്ടപ്പെട്ട് മേടിച്ചു, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു കൊണ്ടുവരും. അത് മാറ്റി കൊടുക്കണം നമ്മള്. അപ്പൊ നമ്മളിരുന്ന് ചെയ്യുന്ന എന്തോ നമ്മൾ ബ്രാൻഡിന് മെയിൽ അയക്കും ഇതുപോലെ. പക്ഷെ ബ്രാൻഡ് സമ്മതിക്കത്തില്ല. പിന്നെ അത്രയ്ക്ക് ചൊറയാക്കുവാണെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് കൊടുക്കും. ഈ മിക്ക ആളുകൾ ഫോൺ നന്നാക്കാൻ കടകളിലേക്ക് പോകുമ്പോഴേ എല്ലാവരും ചിന്തിക്കുന്നത് പെട്ടെന്ന് ശരിയാക്കുന്നതിനൊക്കെ എന്തോ പണി. ശരിക്കും ചെയ്യുന്നവൻ അറിയാം ഈ സാമാനത്തെ നമ്മൾ അതൊന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ഇതും അത്ര കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഈ സാധനം അടിച്ചു പോകും ഉറപ്പായിട്ടും. നമുക്ക് ഈ വെറും ഹാൻഡില്ലേ ഇതുപോലൊരു കൈ കൊണ്ട് നമുക്ക് ആ ബോർഡിൽ PCBയിൽ തൊടാൻ പറ്റൂല. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് ബോർഡ് ഡെഡ് ആവും, ഷോർട്ടായി പോകും. അപ്പൊ അതിന് ഗ്ലൗസ് ഉണ്ട്. പിന്നെ നമുക്ക് ESD എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് പോലൊരു സംഭവം കിട്ടും. അതൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. റബ്ബർ മാറ്റ് ഉണ്ട്. ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളൊരു ഡോക്ടർ എങ്ങനെയാണോ ഒരു സർജറി നടത്തുന്നത് അതേപോലെയാണ് നമ്മൾ ഇതിന്റെ പ്രൊസീജിയർ. മൈൻഡും എല്ലാം ഓക്കെ ആയിരിക്കണം. മൈൻഡ് സെറ്റ് ഓക്കെ ആയില്ലെങ്കിൽ പോവും. അടിച്ചു പോയ ഫോണുകളുണ്ടോ? ഞാൻ 2007 തൊട്ടിട്ട് എൻ്റെ 2014, 16, 17 വരെ അടിച്ചു പോയാലും ഫോണുകൾ മാത്രമേ ഉള്ളൂ. ഇവനെ സംസാരം കേട്ടപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഒന്നുപോലും പോയിട്ടില്ല. അത്രയും നാളെ എന്റെ പോയി. ഇത് നമ്മളെ കൊണ്ടുതരും, ആൾക്കാർ കൊണ്ടുതരും. ഞാൻ പക്ഷെ മറ്റുള്ളവരുടെ ഫോണൊന്നും ഞാൻ റിപ്പയർ ചെയ്ത് കുളമാക്കിയിട്ടില്ല. റയറാണ് അങ്ങനെ. കുളമായിട്ടുണ്ടെങ്കിലും നമ്മൾ അത് അറിയാതെ വേറെ സാധനം മേടിച്ചിട്ട് പുതിയതുപോലെ ആക്കി കൊടുക്കും. ഇത്ര സത്യസന്ധനായിട്ട് എന്തിനാണ് ഈ ഉത്തരം പറയുന്നത്? സത്യസന്ധനായിട്ട് ഉത്തരം പറഞ്ഞില്ലേ നാട്ടുകാർ എന്റെ അടുത്ത് നാളെ രാവിലെ എന്റെ വീടിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നവര് ഞാനിന്ന് അറിഞ്ഞത് ഈ പറയുന്ന നാട്ടുകാരും വീട്ടുകാരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് പ്രവാസ ജീവിതം ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. ആ സത്യം. ചാണകക്കുഴി എന്നൊക്കെ വിളിച്ചവന്മാരുൾപ്പെടെ ഇന്ന് വീഡിയോക്ക് ലൈക്ക് ഇടുന്നുണ്ട്. അതൊരു സന്തോഷമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെ. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളെ ഈ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ കളിയാക്കും. പക്ഷെ അത് നമുക്ക് മോട്ടിവേഷൻ ആണ്. നമ്മളത് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഒരിക്കലും മൈൻഡ് വെച്ചേക്കരുത്. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരവരാ. സത്യം അല്ലേ? അറിയത്തില്ല. അവർക്കതറിയത്തില്ല. പക്ഷെങ്കിൽ അവരുടെ ഓരോ വാക്കുകളാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? ഈ റിയാക്ഷൻ ചെയ്യുന്നോണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതൊരു വലിയ ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ? അത് ഞാന് ഈ കോസ്റ്റ്യൂമും ഈ താടിയും അതും ഒക്കെ വെച്ചിട്ടാണ് എപ്പോഴും റിയാക്ഷനി വരുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ മേളിലല്ലേ വീഡിയോ പ്ലേ ആവുന്നത്, താഴെയാണ് നമ്മളിരിക്കുന്നത്. ആളുകൾ വീഡിയോസ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾ വീഡിയോസ് ആണ്. പിന്നെ നമ്മുടെ ചിരികളൊക്കെ അങ്ങോട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുമ്പോഴാണ് ആൾക്കാർ താഴെ ഇരിക്കുന്ന ഇവിടെ ആരാണ്ട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം വരുന്നത്. പക്ഷേങ്കിൽ പിന്നെ ഒരു അതൊക്കെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. പിന്നെ ആൾക്കാർക്ക് അറിയാം. പിന്നെ ഇങ്ങനെ വീഡിയോ അയച്ച് അതിന്റെ പറയും ചേട്ടാ എന്നെ ഒന്ന് വൈറലാക്കി തരും. അങ്ങനെ അയച്ചു തരും. പിന്നെ കാര്യം എന്താണെന്നറിയാവോ, ബാക്കിയുള്ളവർക്കൊന്നും അയച്ചു കൊടുക്കത്തില്ല. അവര് ഈ എടുത്ത് വെച്ച് കൊടുക്കും. നമ്മളാണെങ്കിൽ ഈ പോസിറ്റീവ് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. പോസിറ്റീവ് സൈഡ്. ഇപ്പൊ നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ പോലും ഞാൻ അതിനകത്തിൽ എന്തെങ്കിലും ഇച്ചിരി നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യും. പോസിറ്റീവ് ഒന്നുമല്ല എന്തേലും ആണ് മറ്റെന്തോ ആണ് ഇത് കണ്ടെങ്കിൽ ആസ്വദിച്ചോട്ടെന്ന് വിചാരിക്കും. ഈ അനൂപിന്റെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയ ആരെങ്കിലും ചാനൽ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ തുടങ്ങുന്ന ടൈമിൽ റിയാക്ഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈഗിള് മാത്രമേ ഉള്ളൂ. ഈഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു രീതിയിലല്ല ഞാൻ കണ്ടിട്ടുള്ളത്. സാധാ ഒരു വീഡിയോ കണ്ടിട്ട് കൊള്ളാം എന്ന് പറയുന്ന ഒരു ചിരിയാണ് മെയിൻ. ഈഗിള് എന്നിട്ടിരുന്നൊരു ചിരിയുണ്ട്. ആ ഒരു ചിരിയും സംഭവങ്ങളൊക്കെ അന്ന് ഞാൻ ഇരുന്ന് കാണുന്ന ടൈമിൽ ഈഗിള് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. വേറെ ആരെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനാ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനാ വന്നേന്ന് തോന്നുന്നു. അപ്പം ഞാൻ വന്നിട്ട് ഈഗിളിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതേപോലെ എനിക്ക് അന്നേരം തോന്നിയ ഒരു ആശയമാണ് ഈഗിള്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഈഗിള് സ്ട്രീമിലാണ് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത്.
പക്ഷെ ഞാനിത് സ്ട്രീം ചെയ്യാനുള്ള സെറ്റപ്പ് എനിക്കില്ല. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് സ്ട്രീമിങ്. ഈ യൂട്യൂബിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ ടൈം. ഓക്കെ, ഈ ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണത് സംഭവം. ആ ടൈമിലാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോസ് ചെയ്ത് കയറി വന്നത്. ആ ടൈമിലാണ് ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് പോയത്. ആ സമയത്ത് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആ ടൈമിൽ യൂട്യൂബിൽ ഷോർട്സ് ഇടാൻ പറ്റത്തില്ല, അറിയാവോ? ഈ ഷോർട്സ് ഒക്കെ എനേബിൾ ആയി വന്നത് എനിക്ക് തോന്നുന്നു 2020, 2021, 2022 ടൈമൊക്കെ ആ ഷോർട്സ് വന്നതോടെ യൂട്യൂബിൽ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലിക്കായി തുടങ്ങി. ആ ടൈമിലാണ് ഞാൻ ഷോർട്സ് എനേബിൾ ആവുന്നതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് കയറിയെന്ന് തോന്നുന്നു. ശരിക്കും മിക്ക ആളുകളെ രക്ഷപ്പെടുത്താൻ കോവിഡിനൊരു പങ്കുണ്ടല്ലേ? അയ്യോ തീർച്ചയായും. കോവിഡിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 90s വൈബ് എന്ന് പറയത്തില്ലേ, കംപ്ലീറ്റ് 90s വൈബാ. ടെക്നോളജി എന്താണെന്ന് അറിയത്തില്ല, അതിന്റെ സാധ്യതകൾ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഈവൻ നമുക്കൊരു ഫോണ് പോലും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു. ഫോണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പോയി. അയ്യോ, വലിയ കഞ്ചാവൊക്കെ വിൽക്കുന്ന പോലെ അന്ന് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ള പോലെ. പക്ഷെ എനിക്ക് 7ാം ക്ലാസ് തൊട്ടേ ഫോൺ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ കോവിഡിന് ശേഷം 2K പിള്ളേരെ കണ്ടിട്ടുള്ളൂ. നമ്മളത് കൊതിക്കുന്ന ലൈഫ് അവന്മാർ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. എന്നാ ടെക്നിക്കാ പിള്ളേരെ എന്തുവാന്നറിയോ പിള്ളേര്. ഇടി അവന്മാർക്ക് 1, 2 ലൈനൊന്നും അല്ല. ഈ ബെസ്റ്റി സമ്പ്രദായം തുടങ്ങിയപ്പോഴാ സത്യം. ആഫ്റ്റർ കോവിഡിന് ശേഷം ഇല്ല, നമ്മള് ബെസ്റ്റി എന്ന് പറഞ്ഞിട്ട് കടി എന്ന് പഞ്ചായത്തിൽ അടിച്ചു ഓടിക്കുമായിരുന്നു. നമ്മള് എവിടെയെങ്കിലും പോയി ഒരു മൂലയ്ക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ നോക്കി ദോണ്ടടി കോഴി കോഴി ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഞാന് ഈ 2Kയുടെ കൂടെയും പഠിച്ചിട്ടുണ്ട്. അതെന്തോ കഥ? അത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ITI പോയിട്ടാണ് പിന്നെ വയറിങ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു. ഇലക്ട്രീഷ്യൻ തന്നെ ആയിരുന്നു പറയുന്നത്, ഇലക്ട്രിക്കല്. അപ്പൊ ITI ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഞാൻ എടുത്തത്. എനിക്ക് പക്ഷേ ഇലക്ട്രോണിക്സ് ആയിരുന്നു താല്പര്യം. നമുക്ക് ഈ ബോർഡ് അങ്ങനെ ചിപ്പ് അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളായിരുന്നു ഇഷ്ടം. പക്ഷേങ്കില് നമ്മൾ ചെന്ന് വിട്ടത് മാർക്ക് വെച്ചിട്ട് നമുക്ക് അതേ കിട്ടുള്ളൂ. നീ അത് പഠിപ്പിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ അതും ഗവൺമെന്റിലല്ല, അതും പ്രൈവറ്റിൽ പോയി പഠിച്ചു. പക്ഷേങ്കില് നമ്മൾ ആ ടൈമിൽ പഠിച്ചു ഇറങ്ങി, അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ദിവസം പണിക്ക് പോയി കട്ട അടിച്ചപ്പോൾ എൻ്റെ നോട്ടം ഒന്ന് തെറ്റി, ഇത് കൈ അടി നമ്മുടെ കയ്യെ ചുറ്റിയൊക്കെ ഇട്ടടി. 2 ദിവസത്തേക്കിന് പിന്നെ കയ്യാനൊക്കെ മരുന്ന് നീര്. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത്? അപ്പൊ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കോടീശ്വരനാന്ന്, കാശില്ലാത്ത കോടീശ്വരനാന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാത്ത കോടീശ്വരനാന്ന് പറയുന്നത് അതുപോലെ. പഠിക്കാൻ അറിയത്തില്ലല്ലോ, എനിക്ക് പഠിക്കാൻ ഭയങ്കര അറിയായിരുന്നു. അപ്പൊ ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞു, ഞാൻ ഈ പഠിക്കണം പോവാ, എനിക്ക് എന്ത് പഠിക്കാൻ പറ്റിയ എന്തോ. അപ്പൊ നീ IT ഇല്ലേ, നീ എന്നാ ഡിപ്ലോമയ്ക്ക് പോകും. ശരി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നേരെ വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ സെറ്റ് ആക്കി. അപ്പം മറ്റേ NSSന്റെ സംഭവമൊക്കെ ഉണ്ട്, അങ്ങനെ അഡ്മിഷൻ സെറ്റ് ആയി കോളേജിൽ. അങ്ങനെ ഞാൻ 2K എന്നെക്കാളും 4 വയസ്സ് ഇളയുള്ള പിള്ളേരോട് 2000 ജനിച്ച പിള്ളേരുടെ കൂടെ ഞാൻ സ്കൂളിൽ പോയി. ഭാഗ്യവാനേ, എന്താ ഭാഗ്യം നോക്കണേ. 2017 ഞാൻ കോളേജിൽ കയറുന്നത്. 2017, 18, 19 പാസ്ഔട്ട് ഇറങ്ങി. അപ്പോഴാണ് കോവിഡ്. 2019 തന്നെ കോവിഡ് ആയി. കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ ജോലിക്ക് കയറുമായിരുന്നു, KSEBിൽ കയറുമായിരുന്നു. ഈ KSEB കയറി നിന്നിക്കുന്ന ടൈമാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. യൂട്യൂബിന്റെ 2019 ഈ യൂട്യൂബിന്റെ പരിപാടികളെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അടുത്ത പഠിക്കാൻ പോയി. നമ്മൾ പഠിക്കുക എന്നുള്ള സംഭവം നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് കാര്യമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. പഠിക്കാൻ എവിടെ നമ്മൾ അപ്ഡേഷൻ പഠിത്തം നമ്മൾ എവിടെ നിർത്തുന്നോ നമ്മൾ പിന്നെ ഇയർ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. തിരിച്ച് ടെക്നോളജികൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്യണം, പഠിച്ചോണം, മരണം വരെ പഠിക്കണമെന്നാണ് എൻ്റെ. ഈ അനൂപ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, ഇന്ന് മിക്ക 90 കാലഘട്ടത്തിലെ ആളുകളും 2K കിഡ്സിനെ കളിയാക്കുന്ന ഒരു സമ്പ്രദായം വരുക. അപ്പോഴും അനൂപ് പറയുന്നു അവരെ കളിയാക്കൽ ഒരിക്കലും ഇല്ല, കളിയാക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിൽ ഇത്ര എൻജോയ് ചെയ്ത് നടക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ 2K. അതെ, അവർക്ക് ജീവിക്കാൻ അറിയാം. അവർക്ക് ഇനി ഇപ്പൊ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ പഠിക്കുന്ന സമയത്ത് ഒരു ജോലി. അതിനുള്ള സെറ്റപ്പ് ഇവിടുത്തെ ഗവൺമെന്റുകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് സെറ്റാ. ഒരു ഫോറിൻ കൺട്രി പോലെ മാറും കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യം. പക്ഷെ 90 കാലഘട്ടത്തിലെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞുതരാം, ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. 90 കാലത്തില് അന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റേ പാല് കൊണ്ട് കൊടുക്കല്, പത്രവിടിയില്, പിന്നെ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഈവനിങ് ജോലി ചെയ്യുക, ഈ പരിപാടികളെല്ലാം നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ളത് ഇപ്പോഴാ. ഇപ്പം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് കുറച്ചൊക്കെ സെറ്റപ്പായി വരുന്നത്. പിന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ ഇപ്പം
കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, സാധ്യതകൾ മനസ്സിലാക്കി പിള്ളേർ കളിക്കുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു പയ്യന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഒരു 50 ലക്ഷം രൂപ അവന്റെ അക്കൗണ്ടിൽ കാണും, കുറഞ്ഞത് കാണും. പപ്സും ചായയും പിന്നെ ഡ്രിങ്ക്സിന്റെ കുപ്പി ഇതൊക്കെ കാണത്തുള്ളായിരുന്നു. പേഴ്സിൽ 5 പൈസ ഇല്ല, അക്കൗണ്ടിൽ 5 പൈസ ഇല്ല, വീട്ടുകാരുടെയിലും കാശില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാനുള്ള ലൈഫ് എന്ന് ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അപ്പ 5 രൂപ വള, എൻ്റെ ഒന്നും കാശില്ല. അങ്ങനെയുള്ള ലൈഫായിരുന്നു. ഇപ്പൊ നമുക്ക് പിള്ളേർക്കൊന്നും ആരോടും കാശ് വാങ്ങിക്കേണ്ട കാര്യമില്ല. അവരുടെ അതിന്റെ ടെക്നോളജി മനസ്സിലാക്കിയിട്ട് അവർ അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് അനൂപ് റിയൽ ലൈഫിൽ ഹാപ്പിയാണോ? ഞാൻ പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഞാൻ സ്വപ്നം കണ്ട ജീവിതത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. മീൻസ് എനിക്ക് ഒരു സെലിബ്രിറ്റി ആവുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് വന്നിരുന്നത്, എടാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളെവിടെ ആയിപ്പോയില്ലല്ലോടാ, ഇനി നാട്ടുകാരുടെ മുന്നേ അങ്ങനെ നോക്കും, വീട്ടുകാരുടെ മുന്നേ എന്താ പറയും, അതിനുവേണ്ടി എത്ര പൈസ ഇത് കളഞ്ഞിട്ടുണ്ടെന്നറിയാം. ഒരുപാട് കാശിങ്ങനെ. പിന്നെ ഒരു 2-2.5 ലക്ഷം രൂപ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് മാത്രം പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ ടൈമൊന്നും അത്രയും പോയിട്ടില്ലെങ്കിലും ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാശ് പോയി. ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് അത്രയും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ എത്ര പോയത്. ഞാൻ അത് പറയാൻ കാരണം ഈ കാര്യത്തിനെല്ലാം മുന്നിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞു തരുന്നത് അവനാ. അവന്റെ പേര് നിഖില്. അവനാണ് ഇതിന്റെ പുറകെ നിന്നിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വരാൻ കാരണമെന്ന് ഞാനായിട്ട് വന്നതല്ല, ഇത് യൂട്യൂബിലോട്ട് അവനാണ് കൊണ്ടുവരുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ സിസ്റ്റത്തിന്റെയും പരിപാടിയും ബോർഡും പരിപാടിയൊക്കെ ഉണ്ട്, റിപ്പയറിംഗ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ബോർഡ് വേണമായിരുന്നു. അങ്ങനെ ആ ബോർഡ് തപ്പി ഇവന്റെ അടുക്ക പോയ, ഇവനാണ് ആക്രി കടയിൽ പോയിട്ട് ഈ ബോർഡ് അഴിച്ചെടുക്കുക, വീട്ടിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുക, കമ്പ്യൂട്ടർ ഉണ്ടാക്കുക, കൊടുക്കുക, ഇതൊക്കെ പരിപാടി. അപ്പൊ അങ്ങനെ ഒരു സാധനം തപ്പി പോയതാ. അപ്പൊ ഇവൻ ആ ടൈമിൽ ഒരു ക്യാമറ മേടിച്ചായിരുന്നു. അത് ഇവൻ യൂട്യൂബ് ചെയ്യാൻ ഇവൻ ആഗ്രഹം കൊണ്ട് മേടിച്ചാണ്. വേറൊരാളെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവൻ ഇങ്ങനെ സെറ്റ് ചെയ്തതാ. അപ്പൊ ഇവനാണ് ഈ എംഫോടെക്കിന്റെ ഒക്കെ വീഡിയോ കൊണ്ട് ആദ്യമേ ഇൻസ്പയർഡ് ആയത്. എന്നിട്ടാണ് ഞാൻ ചെന്നപ്പോ എന്നെ പിടിച്ച് അവിടെ നിർത്തി, ക്യാമറ നിർത്തിട്ട് ഒരു ട്രൈപോഡ് എടുത്തിട്ട് പറഞ്ഞു, ഇത് നീ പ്രസന്റ്. ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാം, ഇതിന് 5 രൂപ വില വരും, 5 നീളം കൊണ്ട് ഓമയ്ക്ക കുത്തിയിട, അതായത് അങ്ങ് വെച്ച കലക്കി. അപ്പൊ ഇവനത് ഇഷ്ടപ്പെട്ടു. അന്നേരം പറഞ്ഞു, നീ മെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ ഇവൻ പറയും ഓരോ സ്ക്രിപ്റ്റിടും, ഇവൻ ഓരോ ഇംഗ്ലീഷുകാരന്മാരുടെ ചാനൽ തൂക്കിക്കൊണ്ടുവരും, എന്നിട്ട് അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറെ പൈസ കൊടുത്ത് കുറെ സാധനം മേടിച്ചു വെക്കും. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ടാ. എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്ക് മെയിൻ പങ്കുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഈ എല്ലാം ബ്രേക്കപ്പ് ചെയ്യുക, 2 വട്ടം കണ്ട് ഇത് ചെയ്തു. ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട്, അപ്ഡേഷന് വേണ്ടിട്ട് ഞങ്ങൾ ഇതെല്ലാം നിർത്തി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അനൂപിന്, ഞാൻ മടുത്തു, വെറുതെ പൈസ ചെലവാ, എങ്ങും എത്തുന്നില്ല എന്നൊരു തോന്നൽ പോലെ വന്നിട്ട്? അത് എനിക്കായിട്ട് തോന്നിയതല്ല, എല്ലാവരും നമ്മുടെ ചുറ്റും നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എവിടെ നോക്കിയാലും ഇത് തന്നെ കേൾക്കാനുള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നീ പോടാ, എവിടെയും പോടാ, ഇതും കൊണ്ട് നടന്നിട്ട് പണിക്കും പോടാ, ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ മെന്റലി ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോവും. പക്ഷെ അങ്ങനെ ആയ സമയങ്ങളുണ്ട്. അങ്ങനെ ആയ സമയങ്ങളുണ്ട്. അങ്ങനെ ആയ ടൈമിലാണ് നമ്മള് എന്നാ സ്വിച്ച് ടു വേറെ വഴി എന്നിട്ട് നമ്മള് അങ്ങനെ പോയത്. ഇന്ന് അനൂപിന്റെ കൂടെ പഠിച്ച ആരെങ്കിലും എടാ ശരിക്കും നിന്റെ ലൈഫ് നിനക്ക് വേണ്ടി നീ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഇവരോടൊന്നും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇല്ല. അങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേരേ ഉള്ളൂ. കുറച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ കേട്ട കഥ അതല്ല, പണ്ട് കുറെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നല്ലോ അനൂപിന്. കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് ഉണ്ട്. പക്ഷേങ്കിൽ അവരെല്ലാം ഓരോ വഴിക്ക് അങ്ങ് പോവും. പിന്നെ നമ്മളെ ആരും കോണ്ടാക്ട് ചെയ്യത്തില്ല, പിന്നെ ആരും സംസാരിക്കത്തില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, അവൻ വലിയ ആളായിപ്പോ, അവൻ ഇനി വിളിച്ചാൽ എടുക്കത്തില്ല എന്നൊക്കെ ഭയങ്കര അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മളൊരു വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സത്യം അത് തന്നെ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും പോയിട്ട് അങ്ങനൊന്നും ഇടാൻ, അറിയാലോ ഒത്തിരി മെസ്സേജുകളും കാര്യങ്ങളും അതിന്റെ പുറകെ ഇങ്ങനെ പോകും. പിന്നെ ഇതിനകത്തൊന്നും പോയി നമുക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ പല ഷൂട്ടിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇവരെല്ലാം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാക്കി വിളിക്കുമ്പോ, അന്നേരം നമുക്ക് പോകാനൊക്കത്തില്ല. സൗഹൃദങ്ങൾ കാണുവാണ് ഒരുമിച്ച് കൂടെ. അത്രേ ഉള്ളൂ. അനൂപ് ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു മോഡലാ. അത് ഒരു പാഷനായിരുന്നു. അന്യൻ സിനിമ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഇറങ്ങിയൊരു ഇതാ 2004-2005 കണ്ടാന്ന് തോന്നുന്നു. ഈ റാംബോക്ക്, റമോയുടെ മറ്റേ റാംബോകള് അറിയമ്മോ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടല്ലോ, അത് കണ്ട അന്നോട്ട് കയറിയൊരു ഭ്രാന്ത. അന്നോട്ടേ ആഗ്രഹമുണ്ട് മോഡലാവണം, ഇങ്ങനെ റാംബോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ച അതിന്റെ പിന്നെ യാത്ര ചെയ്യുമല്ലോ. അതിന്റെ പിന്നെ യാത്ര ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയില്ലേലും ഓട്ടോമാറ്റിക് അങ്ങനെ ചെന്ന് പെട്ടതാ ഞാൻ മോഡലിംഗ്
പിന്നെ മോഡലിംഗിൽ കണ്ടിന്യൂ എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എങ്ങനെ റാംബോ എന്നൊന്നും ഒന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ചുമ്മാ വിളിച്ചാ, ഞാൻ ഇതൊരു ഒരു പബ്ലിക് ഷോ ചെയ്തോണ്ടിരുന്നപ്പം അവൻ വന്നിങ്ങനെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് വരുന്നോ എന്റെ കൂടെ, വരുന്നോ എന്റെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം, പിന്നെന്താ ഗസ്റ്റ് ആയിട്ടാ നിങ്ങൾ വരുന്നത് ആണോ, ഇടയ്ക്കൊന്ന് നടന്നാ മതി, നടക്കാനില്ല അതൊക്കെ ഞാൻ പഠിപ്പിക്കാം പോരെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ കൊണ്ടുപോയി അവൻ റാമ്പ് പഠിപ്പിച്ചു, ഓക്കെ പഠിപ്പിച്ചു. ഇപ്പം സ്റ്റിൽ ആ കമ്പനിയുടെ ബ്രാൻഡ് മോഡലായ. കഴിഞ്ഞ ഇവന്റ് നമ്മുടെ ഇവിടെ കൊച്ചിയിലൊരു ഇവന്റ് ഞങ്ങൾ തന്നെ നടത്തിയത്. അതിന്റെ ഇവന്റിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ സ്കൈറോക്സ് എന്നാ കമ്പനിയുടെ പേര്. അപ്പം ഞങ്ങള് ഒരു ഇവന്റ് ഇവിടെ നടത്തിയായിരുന്നു കൊച്ചിയിൽ തന്നെ. അപ്പൊ അങ്ങനൊക്കെ ഇങ്ങനെ പോന്നു. ഒരു സിനിമ കണ്ട് ഇൻസ്പയർ ആയവൻ ഇന്ന് ബ്രാൻഡാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. ഈ ചേട്ടനെ കണ്ട അനിയൻ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളുണ്ടോ? ഞാൻ അവനെ കൊണ്ട് പെടുത്തിയല്ലോ. എനിക്കാകാൻ പറ്റാത്തത് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു. അതുകൊണ്ട് ഇവന് അടിപൊളി ഒരു ഡിഫൻസ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കമ്പനിയിൽ ജോലിയാണ്. അവന് ഇലക്ട്രോണിക്സ്, എനിക്കും ഭയങ്കര ഇലക്ട്രോണിക്സിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അവന് മാത്സിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. എനിക്ക് 1 2 എഴുതി കൂട്ടാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അവന് മാത്സിൽ ബുജിയായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച്, പോളിയിൽ എനിക്ക് മാത്സിന് മാത്രം സപ്ലി ഉണ്ടായിരുന്നു. അവൻ എന്നെ അത് പഠിപ്പിച്ച് മാത്സ് അവൻ എന്നെ പഠിപ്പിച്ചു. എഴുതിയെടുത്ത് ഞാൻ എന്റെ കൂട്ടുകാരനെ അവനാ പറഞ്ഞു കൊടുത്തേ, അവനും ജയിച്ചു. ഇത് എവിടുന്നാണ് ഈ ബുദ്ധിയൊക്കെ? എനിക്കറിഞ്ഞൂടാ, ഇവിടെ വയറ് നിറച്ച് ബുദ്ധിയാ പിള്ളേർക്ക്. വീട്ടിലൊക്കെ അനൂപിന് സപ്പോർട്ടാണോ? വീട്ടിലൊന്നും സപ്പോർട്ടൊന്നും ഇല്ല. വീട്ടിലൊന്നും സപ്പോർട്ടില്ല, വേണമെന്ന് ജീവിച്ചാണ്, അത്രേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും പറയുന്നുണ്ട് കൊള്ളാവടാ. കണ്ടിട്ട് അപ്പനോടും അമ്മയോടും വന്നിട്ട് ആൾക്കാർ പറയും എവരെന്തോന്ന് കാണിക്കുന്ന അയ്യേ അതാണ്. അപ്പൊ പറയും നീ നേരിട്ട് പറഞ്ഞ ധൈര്യമുണ്ട്. അത് പറയത്തില്ല. അത് ചില ആളുകളുടെ പ്രശ്നം അതാ. വീട്ടുകാരെ ഇത് ചെയ്തിട്ട് ഹറാസ് ചെയ്യുന്നൊരു പരിപാടി. ഏതായാലും ഇന്ന് സന്തോഷമാ. എനിക്ക് സന്തോഷ. മറ്റുള്ളവര് വീട്ടുകാർ സങ്കടപ്പെടുന്നോ അതൊന്നും നമ്മൾ നോക്കിയിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റൂല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയെല്ലാം മറന്നു വെച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പരിശ്രമിക്കുക. ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ സക്സസ് ആവും. ആ സക്സസ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടേണ്ടവരെയൊക്കെ നിങ്ങൾക്ക് കൂടെ കൂട്ട, ബാക്കിയുള്ളവരെയൊക്കെ എടുത്ത് തൊട്ടിയിടാം, അത്രേ ഉള്ളൂ. ശരിക്കും ക്ഷമ വലിയൊരു ഘടകമല്ലേ? ക്ഷമ ഭയങ്കര ഒരു ഘടകം. ക്ഷമിക്കാൻ അറിയത്തില്ലെങ്കിൽ ഫ്ലോപ്പാ. ജീവിതം പഠിപ്പിച്ചു. ഞാൻ പിന്നെ അങ്ങനെ പ്രശ്നത്തിനൊന്നും പോകുന്ന ഒരാളല്ല. നമ്മളേതെങ്കിലും ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തോണി തുഴഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങനെ വൈപിടിച്ച് പോകുന്നൊരു മൈൻഡ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ ആരുടെയും പോയി കണ്ടന്റ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ ഞാൻ ഒരു ക്വാളിറ്റി വെക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഒരാളെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്തൊരു വീഡിയോ ഞാനും തന്നെ പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ എടുത്തു വെക്കുമ്പോൾ നമുക്കറിയത്തില്ല ഫേസിൽ ഏത് എക്സ്പ്രഷനാ വരുന്നത്, ചിരി. ഇത് ഷൂട്ട് ചെയ്ത് എഡിറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ ഇത് നല്ലൊരു വീഡിയോ ആയിരുന്നല്ലോ, ഇത് എങ്ങനെ ഇങ്ങനെ ആയിപ്പോയെ എന്ന് തോന്നിയിട്ട് ഞാൻ എത്രയോ വീഡിയോ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നറിയാം. ഈ ക്യാമറ എഡിറ്റിംഗ് എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്കാ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? എന്റെ മാനേജർ ഞാൻ തന്നെ. ആവശ്യമില്ല, എന്നെ മാനേജ് ചെയ്യുന്ന ഞാൻ തന്നെ ഇപ്പൊ നിലവില്. അതുകൊണ്ട് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നെ എല്ലാം ചെയ്തോണ്ടിരിക്കുന്ന എഡിറ്റിങ് ഷൂട്ടിങ് അല്ല, എനിക്ക് ആരോടും പരാതിയില്ല, ഞാൻ തന്നെ. ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പിള്ളേരാണെങ്കിൽ പോലും ഈ റിയാക്ഷൻ വീഡിയോയിലോട്ട് വരണം, അല്ലെ അവർക്കൊരു യൂട്യൂബർ ആകണം എന്ന ആഗ്രഹമുള്ളവരോട് എന്ത് ഈ നിമിഷം പറയാനുള്ളത്? യൂട്യൂബർ ആവണമെന്നതിനേക്കാളും മെയിന് നിങ്ങളുടെ എയിം ഏതാണോ അതിന്റെ പുറകെ നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവാദമായിരിക്കണം. ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമല്ല, നിങ്ങൾക്ക് ഒരാളോട് അത്രയ്ക്ക് ശത്രുതയുണ്ട്, അവനെ കൊന്നേ തീരുമെന്ന് നിങ്ങളുടെ മനസ്സിലങ്ങ് വിചാരിക്കുവാണെങ്കിൽ, അതും ചിന്തിച്ച് നടക്കുവാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. അതെ, അതിനിപ്പം വേറെ ഒന്നും നോക്കത്തില്ല. അതുപോലെ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള വഴികളെല്ലാം തരണം. അത് നല്ല വഴികളുണ്ട്, പന്ന വഴികളുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം. അവിടെ എത്തണം, അത്രേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം. പക്ഷെ അതിനകത്ത് ഒരു സത്യസന്ധത വേണം. അപ്പം ആ ഒരു സത്യസന്ധത, ആ ഒരു ആത്മാർത്ഥത എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പല വഴികൾ അങ്ങ് നമ്മൾ മാറ്റി വെക്കും. അത്രേ ഉള്ളൂ. അതെ, രക്ഷപ്പെടാൻ പല വഴികളും സത്യസന്ധതയാണെങ്കിൽ നല്ല രീതിയിൽ രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളെ ചവിട്ടി തേച്ച് അങ്ങനെ എത്ര കാലം നിലനിൽക്കാൻ പറ്റും തോന്നിയിട്ടുണ്ടോ അനൂപിന്? എനിക്ക് ചവിട്ടി പൊങ്ങാനാണെങ്കിൽ കുറെ അവസരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഞാൻ ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളു. എന്തിനാ വെറുതെ വള്ളി പിടിക്കുന്നത്? ഏത് പത്തനംതിട്ട നാടിനെ പറ്റി എന്തുവാ പറയാനുള്ളത്? ഇത്രയും നല്ലൊരു നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ കേരളം നല്ല ഈ ഭൂലോക മലയാളത്തിൽ എവിടെ പോയാലും ഈ ഒരു സമാധാനം കിട്ടൂല, ശാന്തതയും കിട്ടൂല. നമ്മുടെ പത്തനംതിട്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ അടിപൊളി റോഡ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, റോഡിന് പക്ക റോഡാ. പോയിട്ടുണ്ടോ എരുമേലി ആ ഒരു ഭാഗത്ത്? എന്താ മോനെ നമ്മളവിടെ ചോദിക്കുന്നത് എന്താ കിടിലൻ റോഡാ, ഒരു ഫീൽ ഉണ്ട്. ഞാൻ പലപ്പോഴും നമ്മുടെ ക്രൂവിനോട് പറയുവേ, ഇനി 5 സ്റ്റാർ ഹോട്ടലല്ല, അതിന്റെ മേളിലൊരു ഹോട്ടല് തന്നാലും സ്വന്തം പത്തനംതിട്ടയിലെ വീട്ടിൽ പോയി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേൾഡിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും, വേൾഡിലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ ഏറ്റവും ശുദ്ധവായു കിട്ടുന്നൊരു ജില്ലയാണ് പത്തനംതിട്ട. അതുപോലെ തന്നെ എന്തൊക്കെയോ ഇതില് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന പത്തനംതിട്ട എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര സെലിബ്രിറ്റികൾ, അജിംബർഗീസ്, അനൂപ്, ലാലേട്ടൻ ജനിച്ച നമ്മുടെ വീടിനടുത്ത്, അടൂർ ബാസി, അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ പൊന്നമ്മ, ബ്ലസ്സി എന്ന് വേണ്ട ഈ മലയാള സിനിമയിലെ ടോപ്പ് നിൽക്കുന്ന അതാ പറഞ്ഞേ, മലയാള സിനിമയിലെ ടോപ്പ് നിൽക്കുന്ന എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ട. എന്താ മോനെ അനൂപ്, ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയുള്ള യാത്രകൾ എന്തൊക്കെയാ അനൂപിന്റെ? ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പം 1 മില്യൺ ആവാറായ ഇൻസ്റ്റാഗ്രാമില് സ്ട്രീമിങ് പഴയതുപോലെ യൂട്യൂബില് മെയിൻ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, എല്ലാവരും പൈസ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത്. പക്ഷെ പൈസ പ്രതീക്ഷിക്കാതെ തന്നെ യൂട്യൂബിലൊരു 1 മില്യൺ അടുത്ത ഇതിന്റെ ഒരു ക്രൈറ്റീരിയ അതാണ്. സബ്സ്ക്രൈബർ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നാളെയായിട്ട് 1 മില്യൺ ആവും. നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ 1 മില്യൺ ആവും, നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ. അപ്പൊ ആവട്ടെ, എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞവരെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അനൂപിന്റെ ആഗ്രഹവും യൂട്യൂബിൽ 1 മില്യൺ ആയത് ജനങ്ങൾ തന്ന സപ്പോർട്ടാണ്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമില് ഇത് നമുക്ക് യൂട്യൂബിലും വേണം. എന്നാലേ എനിക്കൊരു ഇത് കിട്ടത്തുള്ളൂ, അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കിടന്ന് മരണപ്പണിയെടുത്തത്, മരിച്ചു പണിയെടുത്തത്. രാവും പകലും ഇല്ലാതെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രാവും പകലും ഇല്ലാതെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ടയർ കത്തിച്ച വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലിട്ട്, ഇല്ല ഫേസ്ബുക്കിലിട്ട് ഈ വീഡിയോ 1 മില്യൺ അടിച്ച്. പൂരത്തെറിവിളി, നിനക്ക് കാശിന്റെ അഹങ്കാരം ഇല്ല, സൈക്കിൾ കത്തിച്ചിട്ട് ഇതാന്ന് പറഞ്ഞു ഭയങ്കര നെഗറ്റീവ്. അന്ന് രാത്രിയിൽ 3 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ എണീറ്റ് ഇതിന് മറുപടി വീഡിയോ ഉണ്ടാക്കുക. ചേട്ടന്മാരെ, ഇത് ഞാൻ പണിഞ്ഞ സൈക്കിളിന്റെ ടയറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോളജൈസ് ചെയ്യുക. നമ്മൾ അതിനകത്തില് വേറെ ഒന്നുമല്ല, ആൾക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ നമ്മൾ അങ്ങനെ ചെയ്തതല്ല ഇങ്ങനെ ചെയ്തതല്ല. അന്നാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലായത്. ഈ സൈബർ ബുള്ളിങ്ങിന്റെ ഭീകരത മനസ്സിലായത് അന്നാണ്. മനസ്സിലായോ? അതൊരു സംഭവം തന്നെ. ഞാൻ എന്നും മനസ്സിലാക്കുന്നത് ഇന്ന് അനൂപ് ഈ സീറ്റിലിരിക്കുമ്പോളേ, അനൂപിനാണെ പോലും ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉള്ളത് അത്രമേൽ ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും. അല്ലാതെ പൊട്ടി വീണ് മുളച്ചതൊന്നുമല്ല. ശരിയാണ്, എല്ലാവരും വന്ന് കമന്റ് ബോക്സിൽ ചിലർ വന്ന് പറയും വല്ലവന്റെ കണ്ടന്റ് എടുത്ത് ചെയ്യാൻ നാണമില്ലയോടാ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അതിന് പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ദൈവത്തിന്റെ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആവാതെ നിർത്തിയിട്ട് പോയതിനെ പിടിച്ചിരുത്തി ഇന്നാ മോനെ കഴിക്കുന്ന പറയുന്നത് ദൈവം ചോറ് വാരി തരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ വീഡിയോ ഇടുമ്പോഴും മില്യൺ വ്യൂസ് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ ഇത് ബിഗിനിങ് ടൈമിലായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രയും വ്യൂസ് ഒന്നും ഇല്ല. പക്ഷേങ്കിൽ ആ ഇടുന്ന ടൈമില് ഒരു 10 മിനിറ്റ് കൊണ്ട് 1 ലാക്ക് വ്യൂസിന് എബവ് പോവെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനൊക്കെ അന്തം, അല്ലാ ഇതെങ്ങോട്ട് പോന്ന്. ശരിക്കും പറഞ്ഞ അന്ന് തന്നെ അപ്പൊ തന്നെ അടുത്ത വീഡിയോ അങ്ങ് ഇടുക, അടുത്ത വീഡിയോ ഇടുക, പോട്ടെ, അടുത്ത വീഡിയോ ഇടുക, പോട്ടെ. അനൂപിന്റെ സംസാരത്തിൽ ഈ ജെനുവിനിറ്റി, സത്യസന്ധത കേട്ടോ അനൂപിനെ അനൂപാക്കിയത്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം റിയൽ ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മളത്ര റിയാലിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചത്രേ കിട്ടത്തുള്ളൂ. നമ്മളതിന് ഫേക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത് നന്നാക്കാൻ നടക്കണം. മനസ്സിലായി? നീ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ, അത്രേ ഉള്ളൂ. അപ്പൊ അനൂപ് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം ആഗ്രഹിച്ചതുപോലെ തന്നെ യൂട്യൂബിലും ഒരു 1 മില്യൺ ആയിട്ട് നമ്മളിനിയും കാണും. ആദ്യം തന്നെ വലിയൊരു സന്തോഷം. പത്തനംതിട്ട നാട്ടുകാരനാന്ന് പറയുന്നതിൽ അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.